നമസ്കാരം സുഹൃത്തുക്കളെ. ടറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. അപ്പോൾ പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ റിക്കവറായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പേർക്ക് മറുപടിയൊന്നും തന്നിട്ടില്ല. പലവരും പരാതി പറയുന്നുണ്ട്, പരിഭവം പറയുന്നുണ്ട്. പക്ഷെ അത് എനിക്ക് പറ്റാവുന്ന അത്രയും എടുക്കാനേ പറ്റുള്ളൂ. എൻ്റെ മാക്സിമം റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പതുക്കെ പോകുന്നത്. അപ്പോൾ ഞാൻ അത് സ്ക്രീനിൽ കൊടുക്കുന്നില്ല, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് നമ്പർ. ഓക്കെ, അപ്പോൾ എനിക്കത് പറ്റുകയാണെങ്കിൽ ഞാൻ റിപ്ലൈ തരാം. ഓക്കെ, അങ്ങനെയാണ് ഇപ്പോൾ പേഴ്സണൽ റീഡിങ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ടോപ്പിക് നമ്മൾ പിന്നെ നമ്മൾ മുടങ്ങാണ്ട് അത് മാക്സിമം യൂട്യൂബിൽ ഇടാൻ ശ്രമിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേര് കുറച്ച് പേരെങ്കിലും നമ്മുടെ റീഡിങ് നോക്കി നിൽക്കുന്ന ആൾക്കാരുണ്ട്. അവരിൽ പലവർക്കും ആശ്വാസമാണ് നമ്മുടെ റീഡിങ്. അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് യൂട്യൂബിൽ കഴിവതും ഇടാൻ നോക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ഈ പേഴ്സണെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുന്നു എന്നുള്ളതും കൂടിയാണ്. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു മാനിഫെസ്റ്റേഷൻ റീഡിങ്ങും കൂടിയാണ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിലെല്ലാ തരത്തിലുള്ള എനർജിയും വരുന്നതാണ്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ പോസിറ്റീവായിട്ട് ഇത് കേൾക്കുക, ഉൾക്കൊള്ളുക. ഈ റീഡിങ് ഉടനീളമായി കാണുക, സ്കിപ്പ് ചെയ്യാതെ പരമാവധി കാണുവാനായിട്ട് ശ്രമിക്കുക. എന്നാൽ മാത്രമേ നിങ്ങളുടെ എനർജി ഇതിലേക്ക് വരികയുള്ളൂ, നിങ്ങൾക്കിത് റീസണേറ്റ് ആയിട്ട് തോന്നുകയുമുള്ളൂ. അവിടെയും ഇവിടെയും ഒക്കെ ഇട്ട് കണ്ടു കഴിഞ്ഞാൽ, സ്കിപ്പ് ചെയ്തും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു കംപ്ലീറ്റ് ആയിട്ട് എന്താണ് ഇത് മീൻ ചെയ്യുന്നത്, ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് നിങ്ങൾക്ക് അങ്ങോട്ട് കൺവേ ആവുകയില്ല, ക്ലിയർ ആവുകയില്ല. അതുകൊണ്ടാണ് സ്കിപ്പ് ചെയ്ത് കാണരുത് എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ പേഴ്സൺ അതായത് ഈ പേഴ്സൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് തീർത്തും നിങ്ങളിലേക്ക് എങ്ങനെയെങ്കിലും തിരിച്ചു വന്നാൽ മതി എന്നുള്ള മനോഭാവത്തിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. ഒരു തരം വീർപ്പുമുട്ടലാണ്. അതായത് നിങ്ങളില്ലാതെ ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ, ഇതിന് മുൻപത്തെ അവസ്ഥയും അല്ലെങ്കിൽ അതിൻ്റെ മുന്നത്തെ കാലമല്ല, അത് ചിലപ്പോൾ നേരെ എതിരായിരിക്കാം. അതായത് നിങ്ങളോട് അത്രത്തോളം ആത്മാർത്ഥത ഇല്ലാണ്ടായിരിക്കാം ഈ പേഴ്സൺ നിന്നിട്ടുണ്ടാവുന്നത്. വളരെയധികം ഫ്ലേർട്ടിങ് എനർജിയിലായിരിക്കാം നിന്നിട്ടുണ്ടാവുന്നത്. അതായത് ഒന്നിലധികം സ്ത്രീകളായിട്ട് ബന്ധം പുലർത്തുക, ഒന്നിലധികം പുരുഷന്മാരായിട്ട് ബന്ധം പുലർത്തുക. അതായത് നിങ്ങളോട് സ്നേഹമുണ്ടെങ്കിൽ പോലും ഈ വ്യക്തി അറിഞ്ഞോ അറിയാതെയോ ഒക്കെ പല തരത്തിലുള്ള മോശപ്പെട്ട കർമ്മകളിലൂടെയും കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പേഴ്സണായിട്ടും കൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ പലതവണയും നിങ്ങൾ വോൺ ചെയ്തിട്ടുണ്ടാകാം, പലതവണയും ഈ പേഴ്സണെ താക്കീത് നൽകി വിട്ടിട്ടുണ്ടാകാം. ഇനി ഇങ്ങനെയൊന്നും ചെയ്യരുത്, നല്ലൊരു മനുഷ്യനായിട്ട് ജീവിക്കണം, മോശപ്പെട്ട കർമ്മകളൊന്നും ചെയ്യരുത് എന്നുള്ള രീതിയിൽ. നന്നായിട്ട് മദ്യപിക്കുന്ന വ്യക്തിയാണെങ്കിൽ അത് നിർത്തണമെന്നും, അതുപോലെ വേറെ ബന്ധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അനാവശ്യമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിർത്തി നിങ്ങളിലേക്ക് മാത്രം വരണം, അല്ലെങ്കിൽ ഈ പേഴ്സൺ ആയിരിക്കുന്ന കാര്യത്തിൽ മുഴുവനുമായിട്ട് കോൺസെൻട്രേഷൻ കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള രീതിയിൽ നിങ്ങൾ ഈ പേഴ്സണെ ഉപദേശിച്ചിട്ടുണ്ടാകാം. പല തവണയും വാർണിംഗ് കൊടുത്തിട്ടുണ്ടാകാം, ചാൻസ് കൊടുത്തിട്ടുണ്ടാകാം, ശാസിച്ചിട്ടുണ്ടാകാം. അപ്പോൾ ആ ഒരു അവസ്ഥകളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ അന്നൊന്നും ഈ വ്യക്തിക്ക് നിങ്ങളുടെ പ്രാധാന്യമോ അല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം പ്രാധാന്യമുള്ള ഒരു വ്യക്തിയാണ്, എത്രത്തോളം പ്യുവർ ആയിട്ടുള്ള ഒരു സോളാണ് നിങ്ങൾ എന്ന് ഈ പേഴ്സൺ അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പേഴ്സൺ ഇപ്പം മനസ്സിലാക്കുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങളായിട്ട് എന്തോ ഒരു സോൾ കണക്ഷൻ ഈ വ്യക്തിക്കുണ്ട്. ഇവിടെ പലവരുടെയും നമുക്ക് കാണാൻ സാധിക്കുന്നത് കൂടുതലും പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്. അതായത് മുജ്ജന്മ ബന്ധം, മുജ്ജന്മത്തിൽ നിങ്ങൾ തമ്മിൽ എന്തൊക്കെയോ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എന്തൊക്കെയോ ഒരു ബന്ധം നിങ്ങളുടെ സോളുകൾക്കിടയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ജന്മത്തിലും നിങ്ങൾ കണ്ടുമുട്ടണം എന്നുള്ളത് ദൈവനിയോഗമായിരിക്കാം, അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ ആ ഒരു പ്ലാനിങ് ആയിരിക്കാം. അപ്പോൾ അതെല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നല്ലൊരു സോൾമേറ്റ് കണക്ഷൻ,
അതുപോലെ കുറച്ച് ആൾക്കാരെങ്കിലും ട്വിൻ ഫ്ലെയിം ജേണിയിലൂടെ കടന്നു പോയിക്കുന്നുണ്ടാകാം. അതുപോലെ മുജ്ജന്മ ബന്ധമാണ് നമുക്കിവിടെ ഏറ്റവും അധികമായിട്ട് എടുത്തു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ രണ്ടുപേരും പലതരത്തിലുള്ള ബന്ധങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ളവരാകാം, ഒരുപാട് പേരെ കണ്ടുമുട്ടിയിട്ടുള്ളവരാകാം. പക്ഷെ എന്തിരുന്നാലും ഏറ്റവും അവസാനം ഈ വ്യക്തിയോട് ചേരുമ്പോഴാണ്, അല്ലെങ്കിൽ ഈ വ്യക്തിയോട് സംസാരിക്കുമ്പോഴാണ്, ഈ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് നിങ്ങൾക്ക് സമാധാനം കിട്ടുന്നത്. ഈ വ്യക്തിയുടെ കാര്യവും അതുപോലെ തന്നെയാണ്. അതായത് നിങ്ങൾ രണ്ടുപേരും പരസ്പരം ആ ഒരു സിങ്കിങ്ങിലൂടെ, അല്ലെങ്കിൽ ആ ഒരു വളരെയധികം കണക്റ്റഡ് ആയിട്ടുള്ള രീതിയിൽ വരുമ്പോഴാണ് നിങ്ങൾക്ക് രണ്ടു പേർക്കും സമാധാനപരമായിട്ടുള്ള ഒരു മനോഭാവം നിങ്ങൾക്ക് വരുന്നത്. മറ്റാരെ കണ്ടാലും, മറ്റേത് ജീവിതം കിട്ടിയാലും, ഏത് സാഹചര്യമായാലും നിങ്ങൾക്ക് സമാധാനം കിട്ടുന്നില്ല. അതുപോലെ തന്നെയാണ് ഈ വ്യക്തിയുടെ ഒരവസ്ഥ എന്ന് പറയുന്നത്. നിങ്ങളിലേക്ക് തിരികെ വരണം എന്നുള്ള ഒരു വീർപ്പ് മുട്ടലിലൂടെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെയധികം വീർപ്പ് മുട്ടലാണ്. മനസ്സ് ഭയങ്കര വിങ്ങിപ്പൊട്ടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്, വിഷമിക്കുന്നുണ്ട്. ഈ പേഴ്സൺ ആവശ്യത്തിലധികം സമ്പാദിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഒരുപക്ഷെ നിങ്ങളുമായിട്ട് ബന്ധത്തിലായിരുന്ന സമയത്ത് ഈ വ്യക്തി ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള നെട്ടോട്ടത്തിലായിരുന്നായിരിക്കാം. ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിട്ടുണ്ടാകാം, ഒരുപാട് കടങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം, ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷെ അതിൽ നിന്നുമെല്ലാം ഈ പേഴ്സൺ പതുക്കെ പതുക്കെ മോചിതനായിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ പരിപൂർണമായിട്ടും അതിൽ നിന്നുമൊക്കെ റിലീസായി എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് നല്ല രീതിക്ക് സമ്പാദ്യം ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഒരു പക്ഷേ അത്രയും പിശുക്കി ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരിക്കാം. സ്വന്തമായിട്ട് പോലും പൈസ ചെലവാക്കാതെ കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്ന പൈസയെല്ലാം സ്വരുക്കൂട്ടി വെച്ച് തൻ്റെ ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കും അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തി. അപ്പോൾ ആ ഒരു സമയത്തിൽ ഒരു പക്ഷേ ഈ വ്യക്തി പ്രണയിക്കാൻ മറന്നു പോയിട്ടുണ്ടാകണം, സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും മറന്നു പോയിട്ടുണ്ടാകണം. അങ്ങനെ ഒരു സിറ്റുവേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ വ്യക്തിക്ക് ഇവിടെ നമുക്ക് രണ്ട് സ്ത്രീകളുടെ എനർജി കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ തീർത്തും നിങ്ങളും ഈ വ്യക്തിയും കൂടാതെ തേർഡ് പാർട്ടി ആയിട്ട് വേറൊരു പേഴ്സണെയും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ ഈ വ്യക്തിയുടെ ജീവിത പങ്കാളിയായിരിക്കാം, അതൊരു കാർമിക് പാർട്ട്ണർ ആയിരിക്കാം. ആ ഒരു വ്യക്തിയായിട്ട് ഈ പേഴ്സണ് യാതൊരു തരത്തിലും അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരിക്കാം. ഒരുപക്ഷെ ആ ഒരു പങ്കാളിയുടെ വാക്ക് കേട്ട് പലപ്പോഴും നിങ്ങളെ ഈ പേഴ്സൺ തള്ളി പറഞ്ഞിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾ മോശമാണെന്നും അവർ നല്ലതാണെന്നും എന്നുള്ള രീതിയിൽ ഈ പേഴ്സൺ പറഞ്ഞിട്ടുണ്ടാകണം. പക്ഷെ അതെല്ലാം ഈ പേഴ്സൺ തിരിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അതിൻ്റെയൊക്കെ ഒരു തിരിച്ചടിയായിട്ട് ഈ പേഴ്സണ് ഓരോ ദിവസവും കഴിയുന്തോറും നിങ്ങളെ കാണണം, നിങ്ങളിലേക്ക് വരണം എന്നുള്ള രീതിയിലാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നിങ്ങളെ കുറിച്ചിട്ടുള്ള അമിതമായിട്ടുള്ള ചിന്തകളാണ് ഈ പേഴ്സന്റെ മനസ്സിലേക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അമിതമായിട്ടുള്ള ചിന്തകൾ. കാരണം അത് പല കാര്യങ്ങളും ചെയ്ത് ഈ പേഴ്സന്റെ മനസ്സ് സ്വന്തമായിട്ട് നിയന്ത്രിക്കാനായിട്ട് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു പക്ഷേ പാർട്ട് ടൈമായിട്ട് ജോലിക്ക് പോകുന്നുണ്ടാകാം, വീട്ടിൽ വെറുതെ ഇരിക്കുന്നില്ലായിരിക്കാം, മറ്റു പല കാര്യങ്ങളിലും എൻഗേജ്ഡ് ആവുന്നുണ്ടാകാം മനസ്സ് മാറ്റാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ പേഴ്സണെ കൊണ്ട് സാധിക്കുന്നില്ല. അവസാനം ചെന്നെത്തുന്നത് നിങ്ങളിലേക്കാണ്. അവസാനം നിങ്ങളുടെ ഫോട്ടോ നോക്കി ഈ പേഴ്സൺ ഇരിക്കുന്നുണ്ടാകും, അല്ലെങ്കിൽ നിങ്ങളുടെ ശബ്ദരേഖകൾ, ഇപ്പോൾ വോയിസ് മെസ്സേജ് ഒക്കെ ചെയ്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ചാറ്റ്, നിങ്ങളെ റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, ഇത് നോക്കി ഈ പേഴ്സൺ ഇരിക്കുന്നുണ്ടാവും. ഇതാണ് ഇവിടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പേഴ്സൺ തന്നെ പലപ്പോഴും സ്വയം ചോദിക്കുന്നുണ്ടാകാം, എനിക്ക് എന്താണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇതുകൊണ്ട് മീൻ ചെയ്യുന്നത്, ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്. പക്ഷേ ഈ പേഴ്സന്റെ മനസ്സ് മന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളിലേക്ക് വരണം, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കൂടിച്ചേർന്നാൽ മാത്രമാണ് ഇനി ഈ പേഴ്സന്റെ ലൈഫ് കംപ്ലീറ്റ് ആവുകയുള്ളൂ. അപ്പോൾ ഒരു 70% അല്ലെങ്കിൽ ഒരു 60% ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ കൂടുതലും സാമ്പത്തികപരമായിട്ടുള്ളതായതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ ഈ പേഴ്സൺ പരിഹരിച്ചു. പലപ്പോഴും ഈ പേഴ്സൺ വിചാരിച്ചിട്ടുണ്ട് പണമാണ് എല്ലാം എന്നുള്ള രീതിയിൽ ഈ പേഴ്സൺ അഹങ്കരിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാകാം. സ്നേഹം, ഒരുപക്ഷെ നിങ്ങൾ ഈ പേഴ്സണോട് പറഞ്ഞിട്ടുണ്ടാകണം സ്നേഹമാണ് വലുത്, അല്ലെങ്കിൽ മനസ്സിൻ്റെ നന്മയാണ് വലുത്, നല്ല കർമ്മം ചെയ്യുക എന്നുള്ള രീതിയിൽ നിങ്ങൾ ഈ പേഴ്സണെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടാകണം, അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ടാകണം. പക്ഷെ ഈ പേഴ്സൺ അതൊന്നും ഉൾക്കൊണ്ടിട്ടില്ല. സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം, അതിലാണ് വില ഇരിക്കുന്നത് എന്നുള്ള ഒരു മനോഭാവമായിരുന്നു ഈ പേഴ്സണ് ഉണ്ടായിരുന്നത്.
പക്ഷെ അതെല്ലാം അത് കുറേ കാര്യങ്ങൾ ഈ പേഴ്സണ് പരിഹരിക്കാൻ സാധിച്ചു പണം കൊണ്ട്. പക്ഷെ വേറെ പല കാര്യങ്ങൾ, ആത്മസംതൃപ്തി കിട്ടുന്ന വേറെ പല കാര്യങ്ങൾ, അല്ലെങ്കിൽ സ്നേഹം, കരുണ, വാത്സല്യം, കെയറിങ്, പ്രൊട്ടക്ഷൻ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ, ആത്മാർത്ഥ സ്നേഹം അനുഭവിക്കാനുള്ള ഒരവസ്ഥ, അത് ഈ പേഴ്സൺ ഇപ്പോഴും അനുഭവിച്ച് അറിയാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത് തീർത്തും നിങ്ങളുടെ വരവോടുകൂടി തന്നെയാണ് ഈ പേഴ്സൺ കാത്തിരിക്കുന്നത്. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ സെലിബ്രേഷൻ ആകും എന്ന് ഈ പേഴ്സൺ വിശ്വസിക്കുന്നു. ഈ പേഴ്സന്റെ ജീവിതത്തിലെ ഇരുട്ട് മറഞ്ഞു പോകുമെന്ന് ഈ വ്യക്തി വിശ്വസിക്കുന്നു. തീർത്തും നിങ്ങളാണിപ്പോൾ ഈ പേഴ്സന്റെ വെളിച്ചം എന്ന് പറയുന്നത്. നിങ്ങൾ എപ്പോഴാണോ കണ്ണ് തുറക്കുന്നത് അതിനു വേണ്ടിയിട്ട് ഈ പേഴ്സൺ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എന്തായാലും ഈ പേഴ്സന്റെ ഭാഗത്ത് നിന്ന് ഒരു പോസിറ്റീവ് അപ്രോച്ച് ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. മെസ്സേജ് വരാനോ അല്ലെങ്കിൽ നിങ്ങളെ കാണാൻ വരാനോ നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് ഈ പേഴ്സൺ വന്ന് താമസിക്കാനോ ഒക്കെയുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. കാരണം അധ്വാനിച്ചും കഷ്ടപ്പെട്ടും പണമുണ്ടാക്കിയും അതൊക്കെ മതി, അതൊക്കെ ആവശ്യത്തിലധികമായി ഈ പേഴ്സണ്. ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ തലയിൽ നിന്നും ഇറക്കി വെച്ചു, ഒരുപാട് ഭാരങ്ങൾ നീക്കം ചെയ്തു. ഇനി ഫ്രീ ആകണം, ഇനി സ്വസ്ഥമായി ജീവിക്കണം, സ്നേഹിക്കണം, സ്നേഹിക്കപ്പെടണം എന്നുള്ളൊരു മനോഭാവത്തിലാണ് ഇപ്പോൾ ഈ പേഴ്സൺ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർത്തും ഇവിടെ ഒറ്റപ്പെടൽ ഈ പേഴ്സൺ അനുഭവിക്കുന്നുണ്ട്, ഒറ്റപ്പെട്ടുള്ളൊരു ജീവിതം. ചിലപ്പോൾ ഈ വ്യക്തിയുടെ പണം കണ്ടിട്ട് ഈ വ്യക്തിയുടെ ചുറ്റിനും ഒരുപാട് ആൾക്കാരുണ്ടാകാം. പക്ഷെ അത് അവരുടെ കാര്യസാധ്യത്തിനും മറ്റു പല ബെനിഫിറ്റ്സിനും വേണ്ടിയിട്ട് മാത്രമാണ് അങ്ങനെയുള്ളവർ ഒരു തേനിൻ്റെ ചുറ്റിനും ഈച്ച പൊതിയും പോലെ ഈ പേഴ്സൻ്റെ ചുറ്റിനും ചിലപ്പോൾ നടക്കുന്നുണ്ടാകാം. പക്ഷേ അവിടെയൊന്നും ഈ പേഴ്സൺ ആത്മാർത്ഥമായിട്ടുള്ള ഒരു സോളിനെ കാണാൻ സാധിക്കുന്നില്ല. അത് നിങ്ങളിലേക്ക് തന്നെയാണ് ഈ പേഴ്സൻ്റെ നോട്ടം വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് തീർത്തും നിങ്ങളുടെ വിജയം തന്നെയാണ്. കാരണം ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപാട് എനർജികൾ വന്നിട്ടുണ്ട്, ഒരുപാട് വ്യക്തികൾ വന്നിട്ടുണ്ട്, ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അവർക്കൊന്നും ഈ പേഴ്സൻ്റെ മനസ്സിൻ്റെ ആ ഒരു സ്ഥാനം മനസ്സിലേക്ക് കയറിക്കൂടാനോ ആ മനസ്സിൽ സ്ഥാനം ഉറപ്പിക്കാനോ സാധിക്കുന്നില്ല. കാരണം മുജ്ജന്മത്തിലും ഒരുപക്ഷെ നിങ്ങൾ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരായിരുന്നായിരിക്കാം, അല്ലെങ്കിൽ പ്രണയിതാക്കളായിരുന്നായിരിക്കാം. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഈ പേഴ്സണ് നിങ്ങളുടെ സ്ഥാനത്ത് വേറെ ആരെയും റീഫിൽ ചെയ്യാൻ പറ്റുന്നില്ല, ഫിക്സ് ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു സ്ഥാനത്ത് വേറെ ആരെയും കയറ്റിയിരുത്താൻ സാധിക്കുന്നില്ല. നിങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതാണ് നമുക്ക് കംപ്ലീറ്റ്ലി ഒരു ദാമ്പത്യ ജീവിതം അല്ലെങ്കിൽ നല്ലൊരു കുടുംബ ജീവിതമൊക്കെയാണ് ഈ പേഴ്സൺ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുമായിട്ട്. ആദ്യമൊക്കെ ഈ പേഴ്സൺ ഒരു ഭംഗിവാക്ക് പോലെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകാം, നിങ്ങളെ കല്യാണം കഴിക്കും, അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷേ അതൊന്നും പിന്നീട് ഈ വ്യക്തി പാലിച്ചിരുന്നില്ല. കാരണം ഈ വ്യക്തി വേറെ മറ്റു പല കാര്യങ്ങളുടെയും പിന്നാലെ ഓട്ടമായിരുന്നു. പക്ഷെ ഇന്ന് ഈ പേഴ്സൺ നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കം ആഗ്രഹിക്കുന്നുണ്ട്. അത് തീർത്തും നിങ്ങളുടെ വിജയം തന്നെയാണ്. അപ്പം ഇത്രയാണ് നമുക്ക് റീഡിങ്ങിൽ ലഭിക്കാൻ സാധിച്ചത്. തീർച്ചയായിട്ടും ഈ പേഴ്സൺ നിങ്ങളിലേക്ക് വേഗം ഓടി എത്തട്ടെ എന്ന് വിശ്വസിക്കുന്നു. നീതി ദേവത നിങ്ങളുടെ നേർക്ക് കനിയട്ടെ എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. പേഴ്സണൽ റീഡിങ്ങിന് ഞാൻ കുറേശ്ശെയാണ് എടുക്കുന്നത്, അതുകൊണ്ടാണ് അധികം പറയാത്തത്. അതിനെക്കുറിച്ചിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.